കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിൽ തകർന്നു വീഴുന്ന ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടു. കാര്യം ഓടി മാറിയില്ലായിരുന്നെങ്കിൽ വൻ ദുരന്തമുണ്ടായേനെ. അടുത്തെത്തിയ അപകടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ജീവിതത്തിലേക്ക് ഓടിക്കയറുന്ന കാഴ്ച വളരെ ആശ്വാസം പകർന്നു നമുക്ക്. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അഞ്ചരക്കണ്ടി സ്കൂളിലെ വിദ്യാർത്ഥിനി ഐഷയ്ക്ക് അപകടം നടുക്കുന്ന ഒരു ഓർമ്മയായി. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ താരക്കിയ റിപ്പോർട്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആയിഷ എന്ന വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ചേരുകയാണ്. ആ വിഷ്വൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷേ ആശ്വാസകരമായ കാര്യം കുരുന്നുകൾക്ക് ഒന്നും സംഭവിച്ചില്ല. അതുവഴി ആ ഘട്ടത്തിൽ യാത്ര ചെയ്ത ആളാണ് ആയിഷ. ആയിഷ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എട്ടില്. ഈ എവിടെ പോയിട്ട് വരുമ്പോഴാണ് ഈ മതിലിടിഞ്ഞ് വീണത്? മദ്രസ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. പേടിച്ചു പോയാ? ചെറിയ പേടി ഉണ്ടായിരുന്നു. വീട്ടിലും നടന്നു പോകുമ്പോൾ മുമ്പിലേക്ക് വീഴുമായിരുന്നു? എൻ്റെ സൈഡിലാണ് ഉണ്ടായിരുന്ന മതില്. ഞാൻ അടിയുന്ന മണ്ണിടിയുന്ന കണ്ടപ്പോൾ ഓപ്പോസിറ്റ് കടന്ന്. വേറെയും കുറെ പേര് മുന്നിലും പുറകിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. മുമ്പിൽ ആരും ഉണ്ടായിട്ടില്ല. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു മുമ്പിലുള്ള. പുറകിൽ എൻ്റെ നേരെ പുറകിലുണ്ടായിരുന്നു. അവർ ഇത് കണ്ട ഉടനെ ബാക്കോട്ടേക്ക് ഓടി. ഭാഗ്യമുണ്ട്. ടീച്ചർ ആ വിഷ്വല് കണ്ടല്ലോ. വിഷ്വല് കണ്ടാൽ ഞെട്ടിപ്പോവും. പക്ഷെ ഭാഗ്യമുണ്ട്. അതെ ശരിക്കും. ഞാൻ പിന്നീടാണ് ദൃശ്യം കണ്ടത്. ക്ലാസ്സിലായിരുന്നു, ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. നേരത്തെ ഇവർ കുറേ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ല ക്ലാസ്സിൽ. ഇപ്പോഴാണ് അറിഞ്ഞതെല്ലാം വിവരങ്ങളും. വീഡിയോ കണ്ടപ്പോഴാകെ ഷോക്കായി. ഈ മോൾ എൻ്റെ ക്ലാസ്സിലാണ്. ക്ലാസ് ടീച്ചറാണ്. ആയിഷയുടെ ക്ലാസ് ടീച്ചറാണ്. ഓക്കെ, ക്ലാസ് ടീച്ചറാണ്. ശരിക്കും ശ്രദ്ധിക്കണം അല്ലേ, നടന്നൊക്കെ പോകുമ്പോഴും അങ്ങനെയൊക്കെ. കനത്ത മഴയും അതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്തും പലതും നടക്കുന്ന സമയമല്ലേ. ഇവിടെ തന്നെ ഞാൻ കുട്ടികളോട് പറയാണ്, എല്ലാവരും സ്ലിപ്പായിട്ട് നോക്കണം. ആകെ വല്ലാത്ത വെള്ളം നിറഞ്ഞ് വെള്ളക്കെട്ടാണ്. ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്കണമെന്ന്. ഇതാ ടീച്ചറുണ്ട്, നമ്മുടെ ഡെപ്യൂട്ടി അച്ഛമ്മന്ന്, എല്ലാ അച്ഛമ്മെല്ലാം പറയാറുണ്ട് കാര്യങ്ങൾ. അതാണ് നമ്മളെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന. കാരണം വലിയ ജാഗ്രത ആവശ്യമുണ്ട്. ആ മതിൽ ഇടിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് പതിക്കുകയായിരുന്നു. മദ്രസ വിട്ട് ആണ് ആയിഷയും മറ്റു വിദ്യാർത്ഥികളുമൊക്കെ വീട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോഴാണ് ഈ മതിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന വിഷ്വൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ യാത്രാ വഴിയിൽ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അങ്ങേയറ്റ ആശ്വാസകരമായ കാര്യം, ആർക്കും ഒന്നും പറ്റിയൊന്നുമില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് ആ ദുരന്തം ഒഴിവായത് എന്നത് കാണാം. അപ്പോഴും ഈ പതിയിരിക്കുന്ന ഈ അപകടങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കനത്ത മഴയും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. എന്തായാലും കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഈ പല പഴക്കം ചെന്ന മതിലിൻ്റെ അടുത്തുകൂടെയൊക്കെ നിങ്ങൾ നടന്നു പോകുമ്പോൾ 4 ഭാഗത്തും ഒരു കണ്ണ് വേണം. അതുപോലെ നിങ്ങൾ റോഡിന് കുറുകെ ക്രോസ് ചെയ്യുമ്പോൾ, ഇന്നലെ തന്നെ അതുണ്ടായി. ആ കുട്ടി ഈ മതിലിടിഞ്ഞ് വരുന്ന കണ്ടപ്പോൾ ഭയചകിതയായി പെട്ടെന്ന് ഓടി മാറുമ്പോൾ റോഡ് കുറുകെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് വാഹനങ്ങളൊന്നും വന്നില്ല. എന്നാൽ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് വേണം കുട്ടികളെ ക്രോസ് ചെയ്യാൻ.